പ്രിയപ്പെട്ടവരെ, വിശ്വാസവും പ്രാർത്ഥനയും ഒരുമിക്കുന്നിടത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയും സംഭവിക്കും. അതായത് നിങ്ങൾ ചിന്തിച്ച ഈ വചനത്തിൽ വായിച്ചു കേൾക്കുമ്പോൾ, ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞൊരവസ്ഥയിലാണുള്ളത്. മരിച്ച ഒരാൾ ഫ്രീസറിനകത്തല്ലാതെ നേരത്തോട് നേരമാകുമ്പോ ശരീരം വീർത്ത് വെള്ളം ഒഴുകാൻ തുടങ്ങും. പിന്നെ ഒരു ദിവസം കൂടെ വച്ചാൽ വയറ് വീർക്കും, ശരീരം മുഴുവൻ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ ബോഡി മാറും. 4 ദിവസം കഴിഞ്ഞപ്പോൾ ദുർഗന്ധമുണ്ടെന്ന് ലാസറിന്റെ സഹോദരി പറഞ്ഞു. പക്ഷെ ഈശോയുടെ കാര്യം നോക്കിക്കേ, ഈശോ ആ ശവകുടീരത്തെങ്കിൽ വന്നു. അടുത്തു നിന്ന് ലാസറിന്റെ സഹോദരി പറഞ്ഞു, കല്ലെടുത്ത് മാറ്റണ്ട, ചീഞ്ഞിട്ടുണ്ടാകും, ദുർഗന്ധമായിരിക്കും, പുഴുവായിരിക്കും, മണമായിരിക്കും, ഇത് കാണാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല. ഈശോ അത് കേട്ടിട്ട് എന്നാ ശരി, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാന്നല്ല പറഞ്ഞത്. ഈശോ വിശ്വാസത്തോടെ ലാസറിന്റെ ശവകുടീരത്തെങ്കിൽ നിന്നു. ഇവിടെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ ഇതുപോലുള്ള ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോകും. ചിലപ്പോൾ ചില കടബാധ്യതകളുടെ മുന്നിൽ ഇനി ഇതൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ രോഗമോ അതൊന്നും സുഖപ്പെടാൻ സാധ്യതയില്ല. ഈ രോഗം വന്നവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു വീട്, അതിന് സാധ്യതയില്ല. ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെടും, അതിന് സാധ്യത പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ കൺമുമ്പിലുള്ളത്. ലാസർ മരിച്ച് കുഴിയിൽ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല. കല്ല് മാറ്റിയാൽ കുറെ ചീഞ്ഞഴിഞ്ഞ ശരീരമായിരിക്കും കാണുന്ന എല്ലാവരും പ്രതീക്ഷിച്ചേ. പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവിടെ ഒരു അത്ഭുതം നടന്നതിന്റെ കാരണം ഈ വിശ്വാസത്തോടെയുള്ള ഒരു അവസ്ഥ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഈശോ സ്വരമുയർത്തി. അതായത് പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും സ്വരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുന്ന അത്രയും ഒച്ച ഉയർത്തി വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നമ്മൾ നമ്മുടെ വീട്ടിൽ കേൾക്കാവുന്ന അത്രയും സ്വരമുയർത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള തടസ്സങ്ങളെല്ലാം മാറും. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളും അഴിഞ്ഞ് എനിക്കൊരു വിശുദ്ധീകരണം സംഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ നോക്കി നമ്മൾ ചിലര് പറയും, ഇത് ഏതോ ബന്ധക്കുസ്തക്കാര് പറഞ്ഞാണ് ഈ ഒച്ചത്തിലുള്ള പ്രാർത്ഥന, ഇതൊന്നും ആവശ്യമില്ല. ഈശോ, ചില ആൾക്കാർ ചോദിക്കില്ലേ, ഉള്ളി പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവം അതെല്ലാം കേൾക്കുകയല്ലേ? ഉള്ളി കേൾക്കുമെങ്കിൽ ഈശോയ്ക്ക് ലാസറിന്റെ ശവകുടീരത്തിന്റെ അടുത്ത് വന്ന് വളരെ മൗനമായി സ്റ്റാൻഡേർഡ് ആയിട്ടൊരു പ്രാർത്ഥന നടത്തിയാൽ പോരായിരുന്നു? ഇവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ഉച്ചത്തിൽ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം, അതിനൊരു പ്രത്യേക അഭിഷേകം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ, ഇനി ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട്, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 1-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് അവൾ ഭാഗ്യവതിയായി. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായത് കയ്യിൽ കുറെ പൈസ ഉള്ളപ്പോഴല്ല, കുറെ സമ്പത്തും സ്ഥലവും ഉണ്ടായിരുന്നപ്പോഴൊന്നുമല്ല പറഞ്ഞത്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ അത് നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഒരു കാര്യം പ്രധാനപ്പെട്ടത്, നമ്മൾ ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്രയ്ക്ക് വിശ്വാസവും പ്രാർത്ഥനയൊന്നും വരത്തില്ല. നമുക്ക് യുക്തിയും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കും, ശക്തിയോടെ പ്രവർത്തിക്കും, നടക്കുകയില്ല, സാധ്യതയില്ല, ഇങ്ങനെയൊക്കെ നമ്മളോട് പറയും. ദൈവത്തോട് വിശ്വാസത്തിൽ നിന്ന് അകന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും ദൈവത്തിന് വിഷമമുണ്ട്. നിങ്ങൾ പഴയ നിയമത്തിൽ സക്കറിയ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്, സുവിശേഷത്തിലും സക്കറിയയെ കുറിച്ച് പറയുന്നുണ്ട്. സക്കറിയായിക്ക് ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ടായത് ഇങ്ങനെയാണ്, സക്കറിയായിക്ക് മക്കളില്ലായിരുന്നു, പക്ഷെ ദൈവം പറഞ്ഞു നിങ്ങൾക്ക് മക്കളെ തരും. പക്ഷെ സക്കറിയ എന്ത് ചെയ്യുന്നറിയാം? ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ഈ വാക്കിൽ വലിയ വിശ്വാസമൊന്നും കൊടുത്തില്ല.
അപ്പോഴേ ദൈവം ഒരു ശിക്ഷ കൊടുക്കുക, കുഞ്ഞൊരു ശിക്ഷ കൊടുത്തു. സക്കറിയ എന്ന് പറയുന്ന വ്യക്തി വിശ്വാസത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു വാക്ക് ചോദിച്ചു, ഇതെങ്ങനെ അറിയും, ഇത് നടക്കുവോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് സക്കറിയ ചോദിച്ചപ്പോഴേ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ അവിശ്വസിച്ചത് കൊണ്ട് നിന്റെ വാ അടഞ്ഞിരിക്കും, ഇനി നിനക്ക് ഒച്ചയുണ്ടാകത്തില്ല, കുറച്ച് കഴിഞ്ഞ് നീ കുറെ നാൾ നിശബ്ദതയോടെ ഇരിക്കാൻ പറഞ്ഞു, നീ മൂകനായി തീരൂ എന്ന് പറഞ്ഞു. കുഞ്ഞൊരു ശിക്ഷ കൊടുത്തു. വിശ്വാസത്തിന് ചെറുതായിട്ടൊന്ന് അനങ്ങിയതേ ഉള്ളൂ. പ്രിയപ്പെട്ട് ശ്രദ്ധിച്ച്, നമ്മൾ ഇത്രയും പേര് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ചെറിയ പൊടിക്ക് പോലും ദൈവം ചേരുമെന്ന് പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. ദൈവം ഒരാളെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ വാഗ്ദാനം ഉണ്ടെങ്കിൽ ആ സൗഖ്യം വന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അബ്രാഹത്തെ കുറിച്ചും സാറായെ കുറിച്ചും പറയുമ്പോൾ സാറ ചിരിച്ചു എന്ന് ബൈബിളിലുണ്ട്. അബ്രാഹാമത്തോട് സാറായോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നിങ്ങൾക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞു. പക്ഷെ സാറ ചിരിച്ചു. ഉടനെ ദൈവത്തിന്റെ ദൂതൻ ചോദിച്ചു, സാറ നീ എന്തിനാ ചിരിച്ച്? സാറ ഉടനെ ഒരു നുണ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ നുണ പറയാണ്, നീ ചിരിച്ചു. ഒരുപക്ഷെ നമ്മൾ നോക്കുന്ന പോലെ ചിലപ്പം പല്ലൊന്നും കാണത്തത്ത രീതി ചിരിച്ചിട്ടുണ്ടാവില്ല. ദൈവത്തിന്റെ ദൂതൻ 10, 90, 90 വയസ്സുള്ള സാറ മക്കളെ തരുമെന്ന് പറഞ്ഞപ്പോ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതെങ്ങനെ നടക്കാനാണ്? പക്ഷെ അത്രയും ചെറിയൊരു കാര്യം ചോദിച്ചപ്പോൾ ദൂതന്റെ മുഖം മാറി. സാറാ നീ എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചു. വിശ്വാസത്തിനെതിരെ ചുമ്മാ ചെറുതായിട്ട് ചിരിക്കുന്നത് പോലും തെറ്റാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത്രയും പേര് നമ്മൾ ദൈവവചനം കേട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ അതുപോലെ തന്നെ സംഭവിക്കും. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇനി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളിൽ ഈ ഒരു അവസ്ഥകൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഒരു വ്യക്തിയിൽ കുടുംബ തകർച്ച സംഭവിക്കാം, രോഗങ്ങൾ വരാം, കടബാധ്യതകൾ ഉണ്ടാകാം, സ്വഭാവത്തിലെ ദൂഷ്യങ്ങൾ ഉണ്ടാകാം, വീടില്ലാത്ത അവസ്ഥയുണ്ടാകും. ഇങ്ങനെ നോക്കുമ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കാണും. എന്ത് ചെയ്യണം? ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ തൊട്ടു തലമുറയ്ക്കുള്ള ആളുകൾക്കുണ്ടായപ്പോൾ അവർ ചെയ്ത ഒരു വഴിയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വലിയ കുടുംബ തകർച്ചയും വഴക്കും മദ്യപാനവും സ്വഭാവ ദൂഷ്യവും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ വന്നപ്പോ എങ്ങനെയാ അതിജീവിച്ച്? അവർ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഉറക്കെ പ്രാർത്ഥിച്ച് അതിനെ തോപ്പിച്ചു. ഇന്നത്തെ ആളുകൾക്ക് അത്രയും ശക്തിയില്ല, നമുക്കൊന്നും അത്രയും ശക്തിയില്ല. നമ്മുടെ ഒരു പ്രശ്നം വന്ന അന്നേരെ നമുക്ക് ആകെ ടെൻഷനായി പോകും. ശ്രദ്ധിച്ച്, നമ്മുടെ ഭവനങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൊക്കെ ചെറിയ കുടുംബ തകർച്ചയോ വഴക്കോ രോഗമോ പറഞ്ഞാൽ കേൾക്കത്തില്ലാത്ത അവസ്ഥയോ സ്വഭാവ ദൂഷ്യമോ ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ദൈവം എങ്ങനെ ഇവിടെ പ്രവർത്തിക്കും? വിശ്വാസത്തോടെ അവിടെ പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്കറിയാമോ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് എത്രയോ വ്യക്തികളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നറിയോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് എത്ര കുടുംബങ്ങൾ സാമ്പത്തിക പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെന്നറിയാമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് എത്ര കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായെന്നറിയാമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാത്തോണ്ട് എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ടെന്നറിയാമോ? ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഒരുപാട് കുടുംബങ്ങൾ ആത്മീയമായും ഭൗതികമായും രക്ഷപ്പെട്ടിട്ടുണ്ട്. ചില പ്രതിസന്ധികളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാത്തോണ്ട് ഒരുപാട് കുടുംബങ്ങൾ അടിക്കടി പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ മുമ്പിൽ എണ്ണിയാ തീരാത്ത 100 പ്രശ്നങ്ങൾ ഉള്ളവർ ഇവിടെ ഇരിപ്പുണ്ടാകും. 100 പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകും. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കും കണ്ണുനീര് മാത്രമേ ഉള്ളൂ, രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുന്നവരുണ്ടാകും. എന്നാൽ ശ്രദ്ധിച്ച്, വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ അതിജീവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവ മഹത്വം പ്രകടമാകും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് ലാസറിന്റെ സഹോദരിയോട് ഈശോ പറഞ്ഞു, വിശ്വസിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവ മഹത്വം പ്രകടമാകുമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ ചത്തു കിടക്കുന്ന ഒരാളിലല്ലേ ദൈവമഹത്വം പ്രകടമാകുന്നത്? ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും ഞങ്ങൾ തമ്മിൽ ഒരു വഴക്ക്, എന്നും വഴക്കാണ്, പിന്നെ അവിടെ ദൈവമഹത്വം പ്രകടമാകുമോ? എൻ്റെ ഒരു ആള് രോഗമായിട്ട് അവിടെ ആശുപത്രി കിടക്കുക, പിന്നെ അവിടെ ദൈവമഹത്വം പ്രകടമാകുമോ? ഞങ്ങളുടെ സാമ്പത്തികമായി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക, അവിടെ ദൈവമഹത്വം പ്രകടമാകുമോ? ഞങ്ങൾ കടബാധ്യത കൊണ്ട് നിൽക്കത്തില്ലാതെ പരക്കം പായോ, ദൈവമഹത്വം പ്രകടമാകുമോ? ഇവിടെ ശ്രദ്ധിച്ച്, മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ മഹത്വം പ്രകടമായെങ്കിൽ ഈ പറഞ്ഞതല്ല, ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ നിങ്ങൾ കൊണ്ടേലും മരിച്ച ലാസറിന്റെ ശരീരത്തിൽ ദൈവമഹത്വം പ്രകടമായതുപോലെ തന്നെ ദൈവമഹത്വം അത്ഭുതകരമായി നിങ്ങളിലും പ്രകടമാകും.
പറഞ്ഞേ ഹല്ലേലൂയ. ഒരസ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഒരു സഹോദരൻ ദൈവമഹത്വം പ്രകടമായ കാര്യം എന്നോട് ഒരു വാഹനത്തിൽ പോകുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ വ്യക്തി ഹാൻസ് ഉപയോഗിക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, അല്പം മുറുക്കുമായിരുന്നു, ചെറുപ്പക്കാരനാണ്. എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളോട് കല്യാണം കഴിഞ്ഞ് ഇതിന്റെ ഫലമായി ഈ മദ്യവും മയക്കുമരുന്നല്ല ഈ ഹാൻസ് ഉപയോഗിക്കുന്നുണ്ട് കുടുംബത്തിൽ ഇതിൻ്റെതായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഈ വ്യക്തി വീട്ടിൽ അസ്വസ്ഥതയായപ്പോൾ ഈ നിർത്താൻ വേണ്ടി ഒരു ധ്യാനത്തിന് പോയി. എന്നിട്ട് അദ്ദേഹം ധ്യാനത്തിന് പോയി തിരിച്ചു വന്ന് തീരുമാനിച്ചു, ഞാൻ ഇനി മദ്യമോ ഈ ഹാൻസോ മുറുക്കോ ഒന്നും എല്ലാം മാറ്റാൻ പോവാണ്. ഒരു 8-9 ദിവസം പിടിച്ചു നിന്നു. 9 ദിവസം പിടിച്ചു നിന്ന് ഒരു ആഴ്ച കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹാൻസ് ഉപയോഗിക്കുന്ന കൂട്ടുകാർ അടുത്തു വന്നിട്ട് കഴിക്കാത്ത ഞെരടി ആ സ്മെല്ല് ഇദ്ദേഹത്തെ അടുപ്പിക്കാൻ തുടങ്ങി. ഈ സ്മെല്ല് കിട്ടിയപ്പോൾ മുതൽ ഇദ്ദേഹത്തിന് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആകാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹത്തോട് കൂട്ടുകാർ പറഞ്ഞു, നീ കുടിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു കമ്പനി തന്നാ മതി, അടുത്തിരുന്നാ മതി, നീ വെറുതെ ഒന്ന് അടുത്തിരുന്നാ, നീ ഒരു അടപ്പിനകത്ത് പോലും കഴിക്കണ്ട, നീ ബീറ് പോലും കുടിക്കണ്ട, നീ വെറുതെ ഇരുന്നാ മതി. ധ്യാനം കൂടി പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് ഈ വ്യക്തി തീരുമാനിച്ചതാണ്. പക്ഷെ കൂട്ടുകാരെന്നാ പറഞ്ഞേ, നീ ചുമ്മാ വന്ന് ഇരുന്നാ മതി, തൊടുക പോലും വേണ്ട, നീ പ്രാർത്ഥനയൊക്കെ, ഞങ്ങൾ ധ്യാനമൊന്നും കൂടാത്തവരാ, ഞങ്ങളിപ്പോ കുറച്ചുകൂടെ. ഇങ്ങനെ ചിന്തിച്ച് ഈ വ്യക്തി പറയാണ്. ഈ വ്യക്തി അവിടെ ഇരുന്നൊരു ഗ്ലാസ് ഒരു 10 മിനിറ്റ് ഒക്കെ എങ്ങനെ പിടിച്ചു തന്നു, ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒഴിക്കടാന്ന് പറഞ്ഞു. ധ്യാനം ഈ വ്യക്തിക്ക് ആ കൺട്രോൾ പോയി. അതാ മദ്യത്തിന്റെ മണം അങ്ങേറ്റു. ഈ ഹാൻസ് ഉപയോഗിക്കുന്നതിന് മണം ഏറ്റപ്പോ ഇദ്ദേഹം പറയാം, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് കുടിച്ചു. അന്ന് കുടിച്ചത് പിന്നെ 2 പേര് കൂടി താങ്ങി വീട്ടിലെത്തിക്കേണ്ട അവസ്ഥ വന്നു. കുറെ നാള് നേരത്തെ കുടിച്ചതിനേക്കാൾ കൂടുതൽ കുടിച്ചു. വീണ്ടും അദ്ദേഹം ഒരു ധ്യാനത്തിന് പോയി. അദ്ദേഹം വലിയൊരു തീരുമാനം, കഴുത്തേന്ന് തല പോകേണ്ട കേസാണെങ്കിലും കുടിക്കല. അപ്പോൾ അവിടെ ധ്യാനം കഴിഞ്ഞ് പോരാൻ നേരത്തെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എൻ്റെ മദ്യപാനം മൂലം ഈ ഹാൻസ് ഉപയോഗിക്കുക എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് അസ്വസ്ഥതയാണ്, എൻ്റെ പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു. നീ വിശ്വാസവും പ്രാർത്ഥന എപ്പോഴും നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നീ മനസ്സിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ച് തേയിലത്തോട്ടങ്ങളിലൊക്കെ പോയി കമ്പനി കൂടിക്കൊണ്ടിരുന്ന ഈ വ്യക്തി ഇന്നു വരെ ഈ സംഭവം തൊട്ടിട്ടില്ല. ഈ അടുത്ത സമയത്ത് ഒരു കല്യാണ വീട്ടിൽ ഇത് വാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ ഇത് മാസങ്ങൾക്ക് മുമ്പ് വാറ്റി കുടിയോടുകൂടിയാണ്. എല്ലാ ആണുങ്ങൾക്കും മുഴുവൻ ബൂസ് എന്ന് പറഞ്ഞ പോലെ കുടിയും ഡാൻസും പാട്ടും. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ബാബാ നീ കുടിക്ക് കമ്പനി കൂട്. ഈ വ്യക്തി അവിടെ അത്രയും പേരുടെ മുമ്പിൽ പറഞ്ഞു, വേണ്ടെന്നും പറഞ്ഞു, ഒരു വാക്കും പറഞ്ഞു ഇറങ്ങിപ്പോന്നു. അത്രയും ഒരു ധൈര്യം എവിടുന്നാ വന്നേ? പ്രിയപ്പെട്ട, ഏത് പ്രതിസന്ധിയും തോൽപ്പിക്കാൻ പറ്റും വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് ആ കുടുംബത്തിൽ ഒരു നല്ല സന്തോഷമുണ്ട്. നമുക്ക് പോലും ആ കുടുംബത്തിൽ ചെല്ലുമ്പോ എന്ത് നല്ല കുടുംബജീവിതം അവരുടെ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തൊരു സ്നേഹം, ഈ മക്കൾക്കൊക്കെ ഈ അപ്പനോടും അമ്മയോടൊക്കെ എന്തോ ഒരു ഇഷ്ടം, ഇതെന്താ ഇവിടെ ഇങ്ങനെ ഉണ്ടായി? അത് ദൈവം തരുന്ന കൃപയാ. അത് ദൈവത്തിന് ഒരു കാര്യം ദൈവസന്നിധിയിൽ വേണ്ടെന്ന് വെക്കുമ്പോൾ മറ്റൊരു കൃപ ദൈവം അവിടെ ഇറക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വിശ്വാസവും പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ ദൈവശക്തി ഏത് വിഷയത്തിലും ദൈവശക്തി പ്രകടമാകും. സ്വർഗം സന്തോഷിക്കും. ഇനി ഒരു കാര്യം, ഈ വിശ്വാസവും പ്രാർത്ഥനയും, ഞാൻ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം കേൾക്കാനിടയായി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, അദ്ദേഹം ഒരു 5.5 വർഷം മുമ്പ് ഒരു വാഹനം മേടിച്ചു. കൂട്ടുകാരൻ ഇത് അറിഞ്ഞു. കൂട്ടുകാരൻ ഉടനെ ആ വാഹനത്തിൽ കയറിയിട്ട് പറഞ്ഞു, നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വിചാരിച്ചു വണ്ടി എടുത്തതിന്റെ സന്തോഷത്തിൽ ഒരു യാത്ര പോകാൻ വിളിച്ചതായിരിക്കും. അമ്പലവയൽ വന്ന് ബാറിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു കുപ്പി മേടിക്കാൻ പോവാൻ. വണ്ടി മേടിച്ചല്ലേ, അപ്പൊ അതിന്റെ ഒരു ചെലവ്, നീ ഒരു കുപ്പി എനിക്ക് വേണം. അപ്പോൾ ഇവിടെ ഉടനെ പറഞ്ഞു, കുപ്പി മേടിക്കുന്നതിന് കുഴപ്പമില്ല, എന്റെ വണ്ടിയെ കയറ്റിയാലെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, നീ പോടാ, നീ ചുമ്മാ വർത്താനം പറയില്ലേ. ഇവനവിടെ ഓടിപ്പോയി ഒരു കുപ്പിയും മേടിച്ച് കടലാസിൽ പൊതിഞ്ഞു. ഈ വ്യക്തി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റെ ഈ വണ്ടിയെ കയറ്റിയാലെന്ന് പറഞ്ഞു. ഉടനെ ഇവന്റെ സ്വഭാവമൊക്കെ ഇങ്ങോട്ട് മാറി. ഇവൻ കഴുത്തിന് പിടിക്കുന്ന പോലെ വന്നു. നീ എന്നാണ് എത്ര വലിയ പുണ്യാള എന്ന് ചോദിച്ചു. ഇവന്റെ രീതി ഒരു പിശാചി ബാധിച്ച പോലെ, ഇവന് ഭയങ്കര ശക്തി. ഇവനെ അങ്ങോട്ട് ഇവൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. ഇവനൊരു ശത്രുവിനെ പോലെ അവിടെ കിടന്നങ്ങോട്ട് പെരുമാറി. ഇവൻ അത്ര ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് 5.5 വർഷം മുമ്പാണ്. 5.5 വർഷം കഴിഞ്ഞ് 5 വർഷത്തോളം ആയി കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പറയാ, ഞാൻ പറഞ്ഞത് എന്റെ വണ്ടിയെ കുടിച്ചിട്ട് ആരും കയറണ്ട, മദ്യം കുടിക്കാൻ വേണ്ടി കമ്പനിക്ക് കൊണ്ടുപോകേണ്ട ഒരു സ്ഥലത്ത് ഞാൻ എന്റെ വണ്ടിയെ കയറ്റിയ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? ആ വ്യക്തി പറഞ്ഞു, ഈ വണ്ടി ഇന്നു വരെ എവിടെയും പോയിട്ടൊന്ന് പോറാൻ പോലും ഇവിടെ വന്നിട്ടില്ല. ഈ വണ്ടി സ്പീഡിൽ ഓടിച്ചു പോയിട്ടുണ്ട്,
വളരെ അത്യാവശ്യത്തിന് വളരെ സ്പീഡിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു പോറൽ പോലും ആ വണ്ടിയെ സഞ്ചരിച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, നമ്മളെടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ വില നോക്കും. ഇതുപോലെ ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, നീ ഒരു ശുശ്രൂഷയ്ക്ക് ഒരുങ്ങണം. അതിന് കുറച്ച് നാൾ മുമ്പ് 3-4 കൂട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ചിട്ട് ഒരു കുപ്പി മേടിച്ച് വെച്ചിരിക്കുകയാണ്. കുപ്പി മേടിച്ച് നടുക്ക് വെച്ചിട്ട് എല്ലാവരും കൂടെ. അപ്പോൾ അവിടുന്ന് ഒരാൾ വിദേശത്തേക്ക് പോവാണ്, ഗൾഫിന് പോവാണ്. അപ്പൊ അവന്റെ ചെലവാണ്. അപ്പോൾ ആ വ്യക്തി ഉടനെ പറഞ്ഞു, നീ എന്തായാലും കുടിക്കുകയെന്ന് അറിയാം, പക്ഷെ ഞങ്ങളോട് ശകലം എങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഒരു ശകലം കുടിക്കണം. അപ്പോൾ ഈ വ്യക്തി ഉടനെ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, കുടിച്ചിട്ട് എനിക്ക് സ്നേഹം പുതുക്കണ്ട, കമ്പനി കുപ്പി പൊട്ടിച്ചിട്ടുള്ള സ്നേഹത്തിന് എനിക്കില്ല, അല്ലാതൊക്കെ എന്താണ് ഞാൻ കൂടാം. ഉടനെ ഇവരവിടെ എല്ലാവരും ഇവനെതിരെ നിന്നു, ഒരു ഗ്ലാസ്സൊക്കെ ഒഴിച്ച് ഇവന് കൊടുക്കുക. ഇവരെന്ത് ചെയ്താലും കുടിക്കാതിരിക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ മനസ്സിൽ ലാസറിന്റെ ശവകുടീരത്തിൽ നിന്ന പോലെ കൈ ഇങ്ങനെ കെട്ടി ആ കുപ്പിയുടെ മുമ്പിൽ കൂട്ടുകാർ നിർബന്ധിക്കുന്നു. അവര് പറയുന്നു, നിനക്ക് ഞങ്ങളോട് ശകലം ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം, വേറൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, നീ ഇതിനകത്ത് പങ്കു പറ്റണം, വേറെ ഒന്നും വേണ്ട, ശകലം കുടിച്ചാൽ മതി, ഞങ്ങൾ സന്തോഷം, നീ ഒത്തിരിയൊന്നും വേണ്ട, കുറച്ച് മതി. ഇവനിങ്ങനെ കൈകെട്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ലാസറിന്റെ ശവകുടീരത്തിൽ നിന്ന് ഈശോ നിന്ന പോലെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ പ്രാർത്ഥന ഉള്ളിൽ സൂക്ഷിച്ച് നിന്ന് അങ്ങനെ കൈകെട്ടിയിരുന്നപ്പോ ആ മേശയിലിരുന്ന് കുപ്പി അങ്ങ് വിരിഞ്ഞു പൊട്ടിപ്പോയി. കുടിയന്മാര് കുപ്പി മേടിച്ചാൽ പിന്നെ അത് അകത്താക്കുന്നവരെ ഒരു പ്രത്യേക ആർത്തിയായിരിക്കും. ആ കുപ്പി എടുക്കുന്ന കണ്ടാൽ നമ്മളെ കൊല്ലും. തല പൊട്ടിത്തെറിച്ചാലും കുഴപ്പമില്ല, കുപ്പിയിൽ ഒരു ശകലങ്ങാനും പോയാൽ തീർന്നു. ഇവര് 3 പേരും കുപ്പിക്കാത്തിരിക്കുന്ന മദ്യം ഇങ്ങനെ ആർത്തിയോടെ ഇരിക്കുമ്പോ കുപ്പി വിരിഞ്ഞ് പൊട്ടി ആ മദ്യം ആ മേശന്ന് ഒഴുകിപ്പോയപ്പോ ഇവർക്കെല്ലാം കൂടെ പ്രാന്ത് പിടിച്ച്, ചെറുപ്പക്കാർ ഇവരെല്ലാം കൂടെ എന്നെ തിന്നുവോന്ന് പേടിച്ചു. ഇവരെല്ലാം കൂടെ ഇത് പിടിച്ചെന്നെ കൊല്ലുവോ. ഇവൻ ഇറങ്ങിയോടി പേടിച്ചു പോയി. ഇന്ന് കണ്ടാലും ഭയങ്കര ദേഷ്യം. ഇന്നും ആർക്കും അറിയില്ല ഈ കുപ്പി എന്നാ പൊട്ടി. ഇന്ന് വരെ ഒരു ചാരായ കുപ്പി ഇങ്ങനെ വിരിഞ്ഞു പൊട്ടിയിട്ടില്ല. ഈ കുപ്പി അങ്ങ് വിരിഞ്ഞു പൊട്ടി, ഒരു ഒറ്റത്തുള്ളി ചാരായം ഇല്ലാണ്ട് അത് മുഴുവൻ പോയി. ശ്രദ്ധിച്ചേ, ആ വ്യക്തി വിശ്വാസത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ എന്തും അവിടെ ഒരു ഭയങ്കര ശക്തിയായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഞങ്ങൾ ധ്യാനത്തിന് ഇങ്ങനെ പോവാണ്. ഇവിടെ വെള്ളമുണ്ട ഇടവകയിൽ ധ്യാനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാനും ഇവിടെയുള്ള സനൂപ് എന്ന് പറയുന്ന ആളുണ്ട്. ഞങ്ങളിങ്ങനെ കാറിൽ ഓടിച്ച് ഇവിടുന്ന് ഈ സ്റ്റാൻഡിരിക്കുന്നതിന്റെ അച്ചിരുടെ അപ്പുറത്തേക്ക് ഞങ്ങൾ കാർ ഓടിച്ചൊരു 40-50 സ്പീഡിൽ വരുമ്പോ ഒരു മരം, വലിയൊരു മരം, നമ്മളങ്ങനെ TV-ലൊക്കെ കണ്ടിട്ടുള്ളൂ, ഒരു മരം റോട്ടിലേക്ക് ആ സനൂപിന്റെ ഒക്കെ അങ്കടിച്ചു പോയി. ഞങ്ങൾ ആ പേടിച്ചു പോയി. 1 സെക്കൻഡ് ഗ്യാപ്പിൽ ഇതിന്റെ മേലെ വീണ് പൊടിയായി പോരും. വലിയൊരു മരം റോട്ടിലേക്ക് വീണ്. പിന്നെ കാട്ടിക്കൂടി എടുത്തിട്ടാണ് ഈ വാഹനം കവർ ചെയ്ത് പോകുന്നത്. പള്ളിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മുന്നിൽ അങ്ങോട്ട് പോകുന്നപ്പോ, അതായത് ഞാനിങ്ങനെ ഓർക്കാണ്, നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഏത് അപകടത്തിൽ നിന്നും ഒരു പോറൽ പോലും വരാതെ ദൈവം ഏറ്റെടുത്ത് കൊണ്ടടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒരു കാര്യം കേട്ട്, ഈ സഹോദരൻ മദ്യപാനത്തിന്റെ കുപ്പി മേടിച്ചു വെച്ചിട്ട് കമ്പനി കൂടാ, ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ശകലം കുടിക്ക്. ഈ വ്യക്തി ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടി എന്നിട്ട് വിശ്വാസവും പ്രാർത്ഥനയും വന്നതിന് ശേഷം അദ്ദേഹം ശുശ്രൂഷാ മേഖലയിലേക്ക് ഒരു ക്ഷണം വന്നു. അദ്ദേഹം ശുശ്രൂഷാ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോ ഒരുപാട് ആളുകൾ, എടാ നീ എങ്ങനെ ഇത്രയും നല്ല ശുശ്രൂഷ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയാം, 2-3 കൂട്ടുകാരുടെ മുഖം വളിച്ചു കണ്ട എന്താ കുഴപ്പം? 100 കണക്കിന് ആളുകൾ ചോദിച്ചു, നിനക്ക് എന്തേറെ കൃപയാ, നിനക്ക് എന്തേറെ അഭിഷേകമാ. പ്രിയപ്പെട്ട, നമ്മൾ വിചാരിക്കും 3 പേര് എടാ ശകലം കുടിക്കടാ എന്ന് പറയും. അവരുടെ മുഖം സന്തോഷിച്ചുണ്ടെങ്കിലും നമ്മളിലൂടെ ഒരു നന്മയും വരുന്നില്ല. ശ്രദ്ധിച്ചേ, വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പറ്റും. എന്ത് വലിയ പ്രശ്നമാകട്ടെ, നിങ്ങൾ കടലാസിൽ എഴുതി 1 മുതൽ 100 വരെ നമ്പർ ഇട്ടിട്ട് 100 പ്രശ്നങ്ങൾ ഓരോരുത്തരെ കൊണ്ട് എഴുതിച്ചാൽ 80-90 വരെ എത്തും ചിലപ്പോ പ്രശ്നങ്ങൾ. പക്ഷെ എന്നാൽ ഒരു ഉറപ്പ് പറയട്ടെ, ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ നിന്ന് ദൈവം ഒരു വാക്ക് പറഞ്ഞു. വിശ്വാസത്തോടെ ഈശോ ഒച്ചത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അവിടെ നിൽക്കുന്ന എല്ലാവരും കേട്ടു. ഈശോ ഒച്ചത്തിൽ പ്രാർത്ഥിച്ചത് കേട്ടു. നമ്മൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കും. നമ്മുടെ വീട്ടിലുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടുകാർ കേൾക്കണ്ട, എങ്കിലും നമ്മുടെ വീടിന്റെ 4 ഭിത്തിയിലും നമ്മുടെ പ്രാർത്ഥന ചെന്ന് അടിക്കട്ടെ. പ്രാർത്ഥനയുടെ സ്വരം ഭിത്തിയിൽ തൊടട്ടെ. ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളെ സ്പർശിക്കട്ടെ. അപ്പൊ ആ വീട്ടിലുള്ള തടസ്സങ്ങളും അസ്വസ്ഥതകളും ഇരുട്ടും പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയും ആവശ്യമില്ലാത്ത കാര്യത്തിലുണ്ടാകുന്ന വഴക്കും ഒക്കെ മഴക്കാറ് മാറിപ്പോകുന്നത് പോലെ മാറി മാറി ആ വീടും സ്ഥലവും വിശുദ്ധീകരിക്കപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസറിന്റെ സഹോദരിയോട് ഈശോ പറഞ്ഞു, വിശ്വസിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവ മഹത്വം പ്രകടമാകുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇവിടെ ഇത്രയും പേര് നിറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവ മഹത്വം പ്രകടമാകേണ്ട മേഖല നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, എന്റെ സാമ്പത്തിക തകർച്ചയിൽ ദൈവമേ ഒരു ദൈവ മഹത്വം പ്രകടമായാൽ,
എൻ്റെ ആ വീട്ടിലുള്ള സമാധാനം, ഭാര്യയ്ക്ക് സ്നേഹമില്ല, മക്കൾക്ക് സ്നേഹമില്ല, ഭർത്താവാണ് ഇങ്ങനെ. ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറിയായിരുന്നെങ്കിൽ, എനിക്ക് നല്ലൊരു വീട്, ദൈവമേ അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാർക്കൊക്കെ നല്ല വീട്, എനിക്കാണ് ഒരു വീടില്ല, ഒരു ഷെഡ് പോലെയുള്ളൂ, ഒന്ന് മാറ്റി നല്ലൊരു വീട് ഒന്ന് തന്നായിരുന്നെങ്കിൽ, എൻ്റെ മക്കളൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു വളർന്നായിരുന്നെങ്കിൽ, അവരുടെ സ്വഭാവത്തിനൊക്കെ ആ മദ്യപാനം, ആ മയക്കുമരുന്ന് ശീലമൊക്കെ ഒന്ന് മാറ്റി മിടുക്കരായിരുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ. ലാസറിന്റെ ശവകുടീരത്തിൽ ഈശോ നിന്നതുപോലെ ഒരു പ്രശ്നത്തിന്റെയും ഒരു പ്രതികൂലത്തിന്റെയും മുമ്പിൽ നമ്മളെ വിശ്വാസത്തോടെ നിൽക്കുക. ചിലപ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ നമ്മളോട് പറയും, അത് ശരിയാകുകയല്ലെന്നേ, നിങ്ങൾക്കൊന്നും വീട് വരാൻ ലോണ് കിട്ടിയാലെന്നേ, അവൻ കുടി നിർത്തുമെന്ന് തോന്നുന്നില്ലെന്നേ. ലാസറിന്റെ സഹോദരി പറഞ്ഞു, കല്ല് വെറുതെ മാറ്റണ്ട, ദുർഗന്ധമേ ഉണ്ടാകത്തുള്ളൂ. അവരുടെ പ്രതീക്ഷ അതാ, ദുർഗന്ധം. പക്ഷെ അവിടെ ആരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒരത്ഭുതം നടന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചൊക്കെ പലർക്കും ചില പ്രതീക്ഷ ഉണ്ടാവും. ഓ, ഇവർക്ക് അതൊന്നും ശരിയാകുകയില്ല, ഇവരുടെ മക്കൾക്കൊന്നും കല്യാണം നടക്കാൻ സാധ്യതയില്ല, ഇവർക്കൊന്നും ജോലി കിട്ടിയല്ല. നമുക്ക് തന്നെ തോന്നും പ്രതീക്ഷയില്ലാത്ത പോലെ. എന്നാ ഓർത്തെ, പ്രതീക്ഷയ്ക്ക് വിപരീതമായ വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇനി വിശുദ്ധ ഗ്രന്ഥം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, 2 ബിസിനസ്സുകാരായ ചെറുപ്പക്കാർ, 10-38 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ് 3 ദിവസമാണ് വന്നത്. താഴെ ഇങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവരുടെ ബിസിനസ്സിൽ ഇവിടെ വന്ന് അവരുടെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്, അമ്മ. അപ്പൊ ഇവർക്ക് ബിസിനസിന്റെ തിരക്ക് മൂലം അവർ ആദ്യ വെള്ളിയാഴ്ചയൊക്കെ കഷ്ടി ഒന്നെങ്കിൽ ചേട്ടൻ വരും, അല്ലെങ്കിൽ അനിയൻ വരും, അല്ലെങ്കിൽ അപ്പം വരും, ആരെങ്കിലും ഒക്കെ ഒരാൾ വരും, ആ വീടിന് വേണ്ടി വരും. അപ്പൊ അവരുടെ ബിസിനസ് ഒക്കെ ഡള്ളായിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു ഉയർച്ചയില്ലാണ്ട് കിടന്നാണ് ബിസിനസ്. അപ്പൊ ബിസിനസിന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പപ്പ വന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ചേട്ടൻ വന്നു, ചേട്ടന്റെ ഭാര്യ വന്നു, അനിയൻ വന്നു, ഇങ്ങനെയൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ മേഖലകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ അവർക്ക് ഏതോ ഒരു അച്ഛൻ ഒരു മെസ്സേജ് കൊടുത്തു. ഇവിടുന്ന് ആരുമല്ല, പുറത്തുനിന്ന് വേറെ പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛൻ കൊടുത്തു. നീ ഒരു കാര്യം ചെയ്യ്, 5-6 അച്ഛന്മാരുടെ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരുടെ നമ്പർ നിന്റെ ഫോണിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ചേട്ടനോടും അനിയനോടും പറഞ്ഞു, 5-6 അച്ഛന്മാരുടെ നമ്പർ. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തിനാണ് എന്റെ ഫോണിൽ അച്ഛന്മാരുടെ നമ്പർ? അപ്പൊ അവര് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന 5-6 അച്ഛന്മാരുടെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇതൊരു പ്രശ്നം, ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുക, ഉടനെ നിങ്ങൾ ഏതെങ്കിലും ഒരു അച്ഛനെ മനസ്സിൽ വിളിക്കുക. എന്നിട്ട് ആ അച്ഛന്റെ ഒരു ആശീർവാദം, ഈശോയുടെ നാമത്തിലുള്ള ഒരു ആശീർവാദം ഫോണിലൂടെ എങ്കിലും ഒന്ന് സ്വീകരിക്കുക. അത് നിങ്ങൾക്കൊരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ വ്യക്തി അങ്ങനെ 5-6 പേരുടെ നമ്പർ സൂക്ഷിച്ചു വെച്ചാൽ ഒരു പേര് എന്റെ കൂടെ വെച്ച്, ആ കലണ്ടറിനകത്ത് കിടന്ന നമ്പറിൽ എന്റെ വിളിച്ചു. ആദ്യ ഓഫീസിലെ നമ്പർ ആയിരുന്നു. പിന്നെ വെച്ച് അവര് ചില സമയത്തൊക്കെ എന്നെ വിളിക്കും. ചിലപ്പോൾ അവർ കൊല്ലത്തുനിന്ന് വിളിക്കും, ചിലപ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പല ഭാഗത്തുനിന്നും വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ വീട്ടിൽ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞു ഒരു കാര്യം, ഞങ്ങൾ ഏതെങ്കിലും ഒരു അച്ഛനെ വിളിക്കും, എന്നെ മാത്രമല്ല പല 5-6 അച്ഛന്മാരെ പല മാറി വിളിക്കും. ഞങ്ങൾ ആ ചില അച്ഛന്മാർ വിളിക്കുമ്പോൾ എടുക്കത്തില്ല, ചിലപ്പോൾ എടുക്കുന്ന അച്ഛന്മാർ ഇവരിങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, അച്ഛാ ഞങ്ങളിവിടെ ഇന്ന സ്ഥലത്താണുള്ളത്, ഞങ്ങളൊരു വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാനുള്ളവർ തരുന്നില്ല, പൈസയ്ക്ക് വേണ്ടി ഇവിടെ വന്നതാണ്, ആ ബിസിനസിന്റെ ഭാഗമായി പൈസ കിട്ടിയാലേ ശരിയുള്ളൂ, 1-2 ലക്ഷം, ഇത്ര ലക്ഷമുണ്ട്. അപ്പോൾ ഉടനെ അച്ഛൻ ആ ഫോണിലൂടെ ഒരു ആശീർവാദം തന്നു. കുറച്ചു നേരം അവിടെ നിൽക്കേണ്ട വന്നു. അവരതിന്റെ ഉടനെ ആ കാര്യത്തിൽ തീരുമാനമായി. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് ഫോണിലൂടെയാണെ പോലും അവിടെ ദൈവ മഹത്വം പ്രകടമാകും. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് റോമാ ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള തിരുവചനങ്ങൾ, 18-19 തിരുവചനങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേട്ടെ. റോമാ ലേഖനം 4-ാം അധ്യായം 18-19 അബ്രാഹത്തോടുള്ള ദൈവത്തിന്റെ സ്വരമാണ്. ശ്രദ്ധിച്ചേ. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന്, അടുത്ത വാക്യം കേട്ടെ, പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. വചനം മറക്കരുത്, ഒന്നും കൂടെ കേട്ടെ. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല. ആരെ കുറിച്ചാ പറഞ്ഞറിയാം? അബ്രാഹവും സാറയും. മെഡിക്കൽ സയൻസ് അനുസരിച്ച് 100-90 വയസ്സ് എത്തിയ ഒരാൾക്ക് മക്കൾ ഉണ്ടാകില്ല എന്ന് പ്രത്യേകിച്ച് എവിടെയും പോയി പഠിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ അറിയാം.
പക്ഷെ ദൈവം പറഞ്ഞിരിക്കുവാണ് മക്കളെ തരും. അതിന്റെ അർത്ഥം ബുദ്ധി കൊണ്ട് നോക്കുമ്പോ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല. ഇവിടെ ശ്രദ്ധിച്ചേ, ഇത്രയും പേരിവിടെ ഉണ്ട്. ഇത്രയും പേരുടെ തലയെ കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത ഒത്തിരി കാര്യമുണ്ട്. എന്റെ ഈ കടബാധ്യതയൊക്കെ മാറുമോ? എങ്ങനെ മാറാനാ? ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല അതിനകത്ത്. എന്റെ ഈ രോഗം മാറുമോ? ഈ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓപ്പറേഷൻ ചെയ്യാതെ സുഖമാവോ? പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരിക്കും. പക്ഷെ ഇവിടെ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അബ്രാഹത്തെ കുറിച്ച് പറയാണ്, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നു, പക്ഷെ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അതൊരു വിശ്വാസമാണ്. പറഞ്ഞു ഹല്ലേലൂയ. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലോർത്ത് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ ഭയങ്കര മദ്യപാനിയായിരിക്കും. ഈ പുള്ളി കൂടി നിൽക്കാൻ സാധ്യതയില്ല, ഈ പുള്ളി എത്രയോ ധ്യാനത്തിന് പോയി, ഇത് നിൽക്കാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥന നിർത്തുമല്ല വേണ്ടേ. അബ്രാഹാം റോമാലേഖനത്തിലൂടെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, പ്രതീക്ഷയോടെ നടക്കും, പ്രതീക്ഷയോടെ വിശ്വസിക്കും. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അത് മാറുമോ? എങ്ങനെ മാറാനാ? പ്രതീക്ഷയോടെ വിശ്വസിക്ക്. അടുത്ത വചനം ശ്രദ്ധിച്ച്, പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 19-ാമത്തെ വാക്യം, 100 വയസ്സായ അബ്രാഹത്തിന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നു എന്നും, അതായത് വലിയ താമസമില്ലാണ്ട് മരിക്കും. 100 വയസ്സായിട്ടിരിക്കുക. അബ്രാഹത്തിന് അറിയാം, ഇനി എനിക്ക് ആയുസ് അധികമില്ല, 100ഓളം വയസ്സായി എന്നറിയാമായിരുന്നിട്ടും തന്റെ ഭാര്യയായ സാറായുടെ ഉദരം ഇനി മക്കളെ നൽകാൻ ഒരു കഴിവും ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് ഭർത്താവിനും അറിയാം, ഭാര്യയായ സാറയ്ക്കും അറിയാമായിരുന്നു. പക്ഷെ അവരുടെ വിശ്വാസം ദുർബലമായില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിച്ചേ. എന്താണ് ദുർബലമാകുക എന്ന് പറഞ്ഞാൽ? ദുർബലമാകുക എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ നോക്കിയിട്ട് പറയാ, ഇനി അതൊന്നും നടക്കാൻ സാധ്യതയില്ലായിരിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ അപ്പോഴത്തേക്കും പോയി, ദുർബലമായി പോയി. ഒരു പക്ഷെ ഇത്രയും പേരോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും, അത് ശരിയാകുകയില്ല, ഇത് ശരിയാകുകയില്ല, നിങ്ങൾക്ക് ലോണ് കിട്ടിയല്ല, വീട് വരികയില്ല, കല്യാണം നടക്കാൻ സാധ്യതയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കും. അവരും പറഞ്ഞു കേട്ടിട്ട് അന്നേരം എന്നാ വിശ്വാസം പോയി, പ്രാർത്ഥനയും വേണ്ട, ഞാൻ എന്നാ കാണിക്കാൻ അന്നേരം അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന വിശ്വാസം ആകരുത്. അബ്രാഹത്തിന് സാറായോടും മറ്റാരും പറഞ്ഞില്ലെങ്കിലും അവർക്ക് തന്നെ അറിയാം, ഇനി ഇത് വലിയ പ്രാർത്ഥിച്ചിട്ടൊന്നും ഗുണമില്ലെന്ന്. എന്നാ പോലും എഴുതിയിരിക്കുകയാണ്, വിശ്വാസം ദുർബലമായില്ല. ഇവിടെ 1000ഓളം പേരുകളുണ്ട്. 1000ഓളം ചെവിയിൽ കേട്ട്, നിങ്ങളുടെ വിശ്വാസം ഒട്ടും ദുർബലമാകരുത്. ഒരാൾ പറഞ്ഞു, അപ്പുറത്തെ ആൾക്കാർ പറഞ്ഞു, 10 പേര് പറഞ്ഞു, 100 പേര് പറഞ്ഞു, നിങ്ങളുടെ ബന്ധുക്കൾ മുഴുവൻ പറഞ്ഞു, വിശ്വാസം ദുർബലമാകരുത്. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. വിശ്വാസം ദുർബലമായില്ല. ഇനി എന്താ ചെയ്തത് എഴുതിയിരിക്കുകയാണ്, വിശ്വാസം ഇല്ലാത്തവരെ പോലെ അവൻ വാഗ്ദാനത്തിനെതിരെ ചിന്തിച്ചില്ല. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ വിശ്വാസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അബ്രാഹാം എങ്ങനെയാ ശക്തി പ്രാപിച്ചത്? ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മളെങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തും? നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അബ്രാഹാം വിശ്വാസം ശക്തിപ്പെട്ടത് എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് ഞങ്ങൾ ചെറിയൊരു നോട്ടീസ് എന്നപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവ മഹത്വം പ്രകടമാകും. ഇവിടെ ഇത്രയും പേരോട് ഈശോയുടെ നാമത്തിൽ ദൈവസന്നിധിയിൽ എളിമയോടെ നിന്നോട് പറയട്ടെ, നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ഒരു സങ്കടം, അവിടെ ദൈവ മഹത്വം ഇന്ന് പ്രകടമാകും. അത് വിശ്വസിച്ച് അബ്രാഹത്തെ പോലെ തലങ്ങും വിലങ്ങും ചിന്തിച്ച് അയ്യോ ശരിയാവുകയല്ലേ, എങ്ങനെയായിരിക്കും, അവര് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഇവരിങ്ങനെയാണല്ലോ അഭിപ്രായപ്പെട്ടത്, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശക്തി പ്രാപിക്കണം. അവിടെ ദൈവ മഹത്വം പ്രകടമാകും. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും ക്ലൈമാക്സ് എന്ന പോലെ തകർന്നു നിൽക്കുമായിരിക്കും. ദൈവ മഹത്വം അവിടെ പ്രകടമാകുമോ എന്നല്ല, ദൈവ മഹത്വം പ്രകടമാകും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. വിശ്വാസവും പ്രാർത്ഥനയും ഒരിക്കലും ഒരു പ്രതിസന്ധിയിലും കളയരുത്. 2, ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ദൈവ കൃപയുടെ വഴിയാണ്, പരിശുദ്ധ അമ്മ ഒരുപാട് സഹിച്ചയാളാണ്, ഒത്തിരി സഹനത്തിലൂടെ കടന്നുപോയാണ്. ശരിക്കും ചിന്തിച്ചു നോക്കിയേ, ഈ പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത സഹനത്തിലൂടെയാണ് നമ്മളിലേക്ക് ഇന്നും കൃപ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ.
അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മച്ചിമാരും ഒത്തിരി ആളുകളൊക്കെ ചിലപ്പോൾ ഒത്തിരി സഹനത്തിലായിരിക്കും. ഓരോ അമ്മച്ചിമാരെ കണ്ട് ഓരോ സങ്കടം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ദൈവമേ ഞങ്ങൾക്കൊക്കെ ഇത്രയും സഹനമല്ലേ ഉള്ളൂ, ഈ അമ്മച്ചിയുടെ എന്ത് സഹനമാണ്. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴേ ദൈവം ഇങ്ങനെ മനസ്സിൽ പറയും, ഈ അമ്മച്ചിയുടെ സഹനം കൊണ്ടൊക്കെയാ ഈ കുടുംബം ഇപ്പോഴും നിൽക്കുന്നത്. ഒരു കുടുംബത്തിലെ ഒരു അമ്മച്ചി പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ നല്ല വേറെ സ്ഥലത്ത് ധ്യാനത്തിന് പോയപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മച്ചി പറഞ്ഞു, കടബാധിതയാണ്, ഭർത്താവാണെങ്കിൽ കുടിയോടുകൂടി, മക്കളും അതുപോലെ തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആകപ്പാടെ കഷ്ടപ്പെട്ടു. ഭർത്താവിന് കൂടി പോരാത്തതിന് കടബാധിത, കുടിച്ചാൽ കടം തീരുവോ, വീണ്ടും വീണ്ടും കടം, അവിടുന്ന് ഇവിടുന്ന് മേടിച്ച് കടം കൂടി. മക്കളും ആ അവസ്ഥയിൽ തന്നെ പോയ സമയത്ത് ഈ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി, ഈ അമ്മച്ചി ഇത് എങ്ങനെ രക്ഷപ്പെടാനാ? മകനാണേലും പറഞ്ഞാൽ കേൾക്കില്ല, ഭർത്താവാണ് ഇങ്ങനെ. അങ്ങോട്ട് ഇറങ്ങി അമ്മച്ചി ആ വാതിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ മനസ്സിലൊരു കാര്യം, ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒന്ന് നിന്ന് ഒരു കാര്യം പറയാറുണ്ട്, ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, അമ്മച്ചി നിങ്ങളുടെ വീട്ടിൽ ഈ വിശ്വാസവും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് ഈ കുടുംബം രക്ഷപ്പെടും എന്ന് പറയാൻ ദൈവം എന്നെ തോന്നിപ്പിച്ചു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, വിശ്വാസവും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ടാച്ചാ, അല്ലെങ്കിൽ 4 വഴിക്ക് പോയനെല്ലാം. ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോ വിശ്വാസവും പ്രാർത്ഥനയുള്ള ബഹുമാനമുണ്ട്. കാരണം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വരാതിരിക്കാം, വന്നില്ലേലും ആരും ചോദിക്കാനില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയില്ലേലും എന്താ പോകാത്തെന്നും ആരും ചോദിക്കില്ല. കാരണം നമ്മളാരും ഇതൊരു ഇടവകപ്പള്ളിയല്ല, കടപ്പാടൊന്നുമില്ല, ഇവിടെ വന്നിരിക്കണമെന്നും തീരുമാനമൊന്നുമില്ല, ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കാനില്ല, എന്നാ പോകാത്തെന്ന് ആരും ചോദിക്കില്ല. ഇത് നിങ്ങളുടെ സ്വന്തം സ്വാതന്ത്ര്യം കൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി വന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ അത്ഭുതം നടക്കുന്നത്. ഒരു ഇടവകപ്പള്ളി കുർബാനയ്ക്ക് പോകുന്നവരല്ല. ഇടവകപ്പള്ളി കുർബാനയ്ക്ക് പോകും, നമ്മൾ ചിന്തിക്കും ഞായറാഴ്ചയല്ലേ, അയ്യോ ഇന്ന് പള്ളിയിൽ പോയി അപ്പുറത്തെ ആൾക്കാർ എന്ത് വിചാരിക്കും, അച്ഛൻ എന്ത് വിചാരിക്കും. ഇവിടെ ആരും ഒന്നും വിചാരിക്കാനില്ല. പക്ഷെ നിങ്ങൾ വരുന്നതിന്റെ അടയാളം എന്താണ്? നിങ്ങളുടെ ആ വിശ്വാസം. ഇവിടെയുള്ളവരെല്ലാവരും അങ്ങനെയായിരിക്കും. ഒരു 100%, 99% ആ ഒരു വിശ്വാസം കൊണ്ട് വരുമ്പോഴാണ് ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഒച്ച, ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകം. ചിലർ പറയില്ല ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പവർ ഉണ്ടെന്ന്. അത് ആരുടെയും ഗുണമല്ല, ഇവിടെ നിൽക്കുന്ന ആരുടെയും ഗുണമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും പവറാ. നിങ്ങൾ ആഗ്രഹത്തോടെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ദൈവം അപ്പോഴേ ഏറ്റെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു ഇടവകപ്പള്ളിയിൽ പോയി കുർബാന ചൊല്ലിയാലും ഇതുപോലെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരില്ല. ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ആരും ഉറക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലും നിങ്ങൾ അപ്പുറത്ത് ഇവിടെ ശ്രദ്ധിക്കാതെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കരുണ കാണിക്കാതിരിക്കുമോ? അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. സഹിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പാടിലൂടെ, കടബാധിത ഭർത്താവിന്റെ മധ്യമാണ് ഇങ്ങനെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും അപ്പച്ചമാരോ അമ്മച്ചിമാരോ ഏതെങ്കിലും യുവാവോ യുവതിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ സഹനങ്ങളിലൂടെയാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അഭിഷേകം വന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പാണത്. നിങ്ങൾ അതുകൊണ്ട് ഇത് മടുത്തു, ഇനി മരിച്ചേക്കാം, അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ ശക്തിയോടെ നിന്നോ, നിങ്ങളിലൂടെ ദൈവകൃപ വരും. ഇനി ഒറ്റ കാര്യം പറയട്ടെ, ഇന്ന് ജോയി ചേട്ടൻ പറഞ്ഞു വിശുദ്ധിയോടെ ജീവിക്കണം. ഇത് ലോകത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു കുപ്പി വെച്ചാൽ എല്ലാവരും കൂടെ പങ്ക് പറ്റുന്നതിലാണ് സന്തോഷം. കൂട്ടുകാരുടെ മുഖം ചിരിക്കും. ഒരു കുപ്പി വെച്ചാൽ നിനക്കൊരു ഗ്ലാസ് എനിക്കൊരു ഗ്ലാസ്, എല്ലാവരും കൂടെ മുട്ടിച്ചു കുടിച്ചു, അതിൽ സന്തോഷം തീർന്നു. ഈ സന്തോഷം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ 4-5 കൂട്ടുകാരുടെ അപ്പുറത്തെ കുറെ ആളുകളുടെ സന്തോഷത്തോടെ മുഖമെങ്കിലും ഓർത്ത് നമ്മൾ അറിയാതെ ഒരു 10% ദൈവകൃപ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്.